നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. മൂകാംബിക യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഇന്നു ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി ആദ്യമായി പോകുന്ന എല്ലാവർക്കും തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. മൂകാംബിക ക്ഷേത്ര ദർശനമെന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. ഞങ്ങളും ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതായിരുന്നു അത്. അങ്ങനെ ആ സുദിനം വന്നെത്തി. കണ്ണൂരിൽ നിന്നും എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. രാവിലെ 10 മണിക്ക് വരേണ്ട ട്രെയിൻ 11 മണിയായപ്പോഴാണ് എത്തിയത്. കുന്താപുര സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. മൂകാംബികയോട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ബൈന്ദൂരാണ്. പക്ഷേ ഈ ട്രെയിനിന് അവിടെ സ്റ്റോപ്പില്ല. നിങ്ങൾ പോകുമ്പോൾ ബൈന്ദൂർ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കുക. 3 മണിക്ക് കുന്താപുര ഇറങ്ങിയപ്പോൾ തന്നെ ടാക്സിക്കാർ ചുറ്റും കൂടി. ഞങ്ങൾ പ്രീപെയ്ഡ് ഓട്ടോയ്ക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. 170 രൂപയായിരുന്നു ഒരു ഓട്ടോയ്ക്കുള്ള ചാർജ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും കഴിക്കാൻ ഒട്ടും രുചിയില്ലായിരുന്നു. പിന്നെ കൊല്ലൂരിലേക്ക് ബസ് കയറി. ശരിക്കും കൊല്ലൂരിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 500 മീറ്റർ അടുത്തുകൂടിയാണ് ഈ ബസ് പോകുന്നത്. അതറിയാതെയാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. പക്ഷേ ബസ് സ്റ്റാൻഡിൽ വന്നതുകൊണ്ട് തിരക്കില്ലാതെ ബസ്സിൽ കയറാൻ കഴിഞ്ഞു. കുന്താപുരയിൽ നിന്നും കൊല്ലൂരിലേക്ക് ഓട്ടോ ചാർജ് 850 രൂപയാണ് പറഞ്ഞത്. ഞങ്ങൾ കുട്ടികളടക്കം 7 പേരുള്ളത് കൊണ്ട് 2 ഓട്ടോ വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് വന്നത്. 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വൈകിട്ട് 5 മണി കഴിഞ്ഞു ഞങ്ങൾ കൊല്ലൂരിലെത്തുമ്പോൾ. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് ഞങ്ങളെ വരവേറ്റത്. ദേവിക്കുള്ള പഴങ്ങളുമായി പല്ലക്കിൽ പോകുന്ന മനോഹരമായ ദൃശ്യം. ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാതെയായിരുന്നു വന്നത്. പിന്നീട് അതിനുള്ള അന്വേഷണത്തിലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. കർണാടക ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ലഭ്യമാണ്. ചെറിയ തുകയ്ക്ക് 300 രൂപ മുതൽ അവിടെ റൂം കിട്ടും. വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ റൂമിൻ്റെ നിരക്കും കൂടും. അതുപോലെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലും നിരക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ റൂം എടുക്കുമ്പോൾ ആദ്യം അവർ പറയുന്ന തുക കൊടുക്കാതിരിക്കുക. പേ ചെയ്യാൽ കുറച്ച് കിട്ടുന്നതാണ്. ഞങ്ങളോട് 2 ഡബിൾ റൂമിന് 2000 രൂപയാണ് പറഞ്ഞത്. അവസാനം 1600 രൂപയ്ക്കാണ് ഞങ്ങൾ റൂം എടുത്തത്. അത്യാവശ്യം ഒരു നല്ല റൂമായിരുന്നു. കുളിച്ച് ഫ്രഷായി 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം സഫലീകരിച്ച നിമിഷമായിരുന്നു അത്. ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ദർശനത്തിനുള്ള ക്യൂവിൽ നല്ല തിരക്കനുഭവപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആദ്യം പുറത്തുകൂടി വലം വെച്ചു. അപ്പോഴേക്കും ശീവേലി ആരംഭിച്ചിരുന്നു. ഇവിടെ ആനകളുണ്ടെങ്കിലും ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറില്ല. ആദ്യം ശിരസിലേറ്റിയും അത് കഴിഞ്ഞ് പല്ലക്കിലും അവസാനം സ്വർണ്ണരഥത്തിലുമാണ് ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ഇവിടെ ശീവേലി ഇങ്ങനെയാണെന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഏതായാലും പല്ലക്കിലും വെള്ളിത്തേരിലും സ്വർണ്ണരഥത്തിലുമൊക്കെ എഴുന്നള്ളുന്ന ദേവിയെ ഞങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ ഭാഗ്യമുണ്ടായി. എല്ലാം ദേവിയുടെ അനുഗ്രഹമെന്നേ പറയാൻ കഴിയൂ. സ്വർണ്ണരഥത്തിലെ ശീവേലിക്ക് ശേഷം രഥം ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ അതിൽ നിന്നും നാണയങ്ങൾ വാരിയെറിയുന്ന ഒരു ചടങ്ങുണ്ട്. ആ നാണയങ്ങൾ കിട്ടിയാൽ സൗഭാഗ്യമാണെന്നാണ് വിശ്വാസം. നിങ്ങൾ പോകുമ്പോൾ ഈ സ്വർണ്ണരഥ ശീവേലി കണ്ടാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ശീവേലിക്ക് ശേഷം 8:15 ഞങ്ങൾ ദർശനത്തിനുള്ള ക്യൂവിലേക്ക് നിന്നു. ഏകദേശം അരമണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു അകത്ത് കയറാൻ. അപ്പോഴേക്കും കഷായത്തിനുള്ള ക്യൂവും വെളിയിൽ ആരംഭിച്ചിരുന്നു. ഇവിടെ 8:30 മണി മുതൽ ഒരു കഷായം കൊടുക്കും. അത് കഴിച്ചാൽ സർവ്വ രോഗങ്ങളും ശമിക്കും എന്നാണ് വിശ്വാസം. 9 മണിയായപ്പോഴേക്കും നടയടക്കുന്നതിനായി എല്ലാവരെയും പുറത്തിറക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഊട്ടുവരയിലേക്ക് പോയാൽ പ്രസാദ സദ്യ ലഭിക്കുമെന്ന് അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി. ഊട്ട് അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ഉച്ചയ്ക്കും രാത്രിയിലുമാണ് ഇവിടെ പ്രസാദ ഊട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് നിർമ്മാല്യ ദർശനത്തിനായി വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തി. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. 11:30 ഉച്ചപൂജയും 12:30 ഉച്ച ശീവേലിയും നടത്തി ഉച്ചയ്ക്ക് 1:30 നടയടയ്ക്കുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. 3 മുതൽ വൈകുന്നേരം 6 വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ്.
തിരക്ക് കുറച്ചു ദർശനം നടത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം. നിങ്ങൾക്ക് തിരക്കില്ലാതെ ദർശനം നടത്തണമെങ്കിൽ ഈ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രാത്രി 9 മണിക്ക് ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേദിക്കുന്നു. ഇതോടനുബന്ധിച്ച് ഒരു പൂജയുണ്ട്. അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു. ഒരു കാര്യം കൂടി, ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട്, ബനിയൻ എന്നിവയൊന്നും ധരിക്കാൻ പാടില്ല. പാൻറ് ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മൂകാംബിക ദർശനശേഷം ഇനി നമ്മുടെ അടുത്ത യാത്ര കുടജാദ്രിയിലേക്ക്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് തുടങ്ങുന്ന ആ ഗാനം കേട്ടപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണത്. അങ്ങോട്ടുള്ള ഓഫ് റോഡ് യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അനുഭവമുള്ള ഒരു യാത്രയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബായ്.